സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ സ്വിമ്മിംഗ് അറിയണോ? വെള്ളത്തിന്റെ താഴെ ചെല്ലുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവോ? എനിക്കുണ്ടായിരുന്നു ഈ പേടികളൊക്കെ. പക്ഷെ ഡൈവിംഗ് മാസ്റ്ററുടെ ബ്രീഫിംഗ് സെഷനും പ്രാക്ടീസ് സെഷനും കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റായി. ഞാൻ ഓക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ മാസ്റ്റർ എന്നെയും കൊണ്ട് നേരെ താഴോട്ട് പോയി. നമ്മൾ സ്വിം ചെയ്യൊന്നും വേണ്ട, ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. ആൾ എന്നെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് കാണിച്ചു തരും. ഞാൻ ഇതുവരെ കാണാത്ത ഒരു അടിപൊളി ലോകമായിരുന്നു വെള്ളത്തിന്റെ അടിയിൽ. ചില മീനുകളും കോറൽസ് ഒക്കെ ഷാർപ്പായിരിക്കും. അതുകൊണ്ട് മാസ്റ്റർ പറയുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ തൊടാവൂ. പിന്നെ ബ്രീത്തിങ്ങിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. 20 മിനിറ്റ് ആണ് ശരിക്കും സ്കൂബ ഡൈവിംഗ്. പക്ഷെ അരമണിക്കൂർ കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് മുകളിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പേടിയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യോ, അവർക്കും കോൺഫിഡൻസ് ആവട്ടെ. സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ സ്വിമ്മിംഗ് അറിയണോ? വെള്ളത്തിന്റെ താഴെ ചെല്ലുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവോ? എനിക്കുണ്ടായിരുന്നു ഈ പേടികളൊക്കെ. പക്ഷെ ഡൈവിംഗ് മാസ്റ്ററുടെ ബ്രീഫിംഗ് സെഷനും പ്രാക്ടീസ് സെഷനും കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റായി. ഞാൻ ഓക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ മാസ്റ്റർ എന്നെയും കൊണ്ട് നേരെ താഴോട്ട് പോയി. നമ്മൾ സ്വിം ചെയ്യൊന്നും വേണ്ട, ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. ആൾ എന്നെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് കാണിച്ചു തരും. ഞാൻ ഇതുവരെ കാണാത്ത ഒരു അടിപൊളി ലോകമായിരുന്നു വെള്ളത്തിന്റെ അടിയിൽ. ചില മീനുകളും കോറൽസ് ഒക്കെ ഷാർപ്പായിരിക്കും. അതുകൊണ്ട് മാസ്റ്റർ പറയുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ തൊടാവൂ. പിന്നെ ബ്രീത്തിങ്ങിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. 20 മിനിറ്റ് ആണ് ശരിക്കും സ്കൂബ ഡൈവിംഗ്. പക്ഷെ അരമണിക്കൂർ കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് മുകളിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പേടിയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യോ, അവർക്കും കോൺഫിഡൻസ് ആവട്ടെ.